ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുള്ള വില്ലയുടെ വീഡിയോ ആണെന്ന് എടുക്കുന്നത്. വില്ല ടൂറാണെന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വില്ല എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് പോവാം. ഇതാണ് ലിവിങ്. 4 ചെയറുള്ള ടേബിളാട്ടോ. 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമാണത്. പിന്നെ ഇത് കിച്ചണിൽ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇൻഡക്ഷൻ കുക്കറുണ്ട്, കെറ്റിലുണ്ട്. ഇത് സാൻഡ്വിച്ച് മേക്കർ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇനി ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും സാൻഡ്വിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇവിടെ കുറേ മരമുണ്ട്, അപ്പോൾ ഒന്ന് പാർക്കിൽ പോയിട്ട് വരുമ്പോൾ പൊട്ടിച്ചതാണ്. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ കബോർഡ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് വിശക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കർട്ടൻ ഇട്ടുകൊണ്ട് ലൈറ്റ്. ഇത് നമ്മളിപ്പോൾ 1 വീക്കാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 വീക്കിന് ഇത് പാകമാണ് കേട്ടോ. കാരണം കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ കിച്ചൺ വലിയ ഇതൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യത്തിനാണിത്, കുഴപ്പമൊന്നുമില്ല. ഇതന്നെ ധാരാളം. ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം. ഇത് ബാത്റൂമാണ്. കബോർഡ്സൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള വലിപ്പമുണ്ട്. നമുക്ക് ഒരുപാടൊന്നും കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് ബാൽക്കണി. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാ കാണുന്നതാണ് കടലുണ്ടിപ്പുഴ. ഇവിടെ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇങ്ങനെ പോയി അങ്ങേ തലയ്ക്ക് ആ ഭാഗത്തായിട്ടാണ് പാർക്ക് വരുന്നത്. ഇവിടെ ഈ 3 വില്ലാണ് ഇങ്ങനെയുള്ളത്. പിന്നെ മുകളിൽ 2 BHK, താഴെ 1 ആണെന്ന് തോന്നുന്നു. രണ്ട് ബെഡ്റൂമൊന്നും ബാൽക്കണിക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ റൂമിൽ മോളെന്തോ വർക്കിലാണ് തോന്നുന്നു. എന്തോ ആർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വില്ല. ഈ ബെഡ്റൂം അതേപോലെ തന്നെയാണ്. ഇവിടെ ബാത്റൂം. ജ്യൂസ് കൊണ്ടുവരണ ആൾ ബെല്ലടിച്ചതായിരുന്നു കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മളുടെ പുറത്തുനിന്നുള്ള വ്യൂ, പുറത്തേക്കുള്ള വ്യൂ. നമ്മളെ കാർ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലാണ് അവിടെ, പക്ഷെ നമ്മൾ ലഗേജ് വെച്ച് പിന്നെ ഇവിടെ
ഇവിടെ ഇട്ടാൽ മതിയെങ്കിൽ ഇവിടെ ഇട്ടാൽ മതി പറഞ്ഞപ്പോൾ ഇവിടെ ഇട്ടു. പാർക്കിംഗ് അവിടെ വേറെ ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു വീഡിയോ ഇതിപ്പോൾ വില്ല മാത്രം ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തതാട്ടോ.